ചുങ്കത്തറ ഇവിടെയൊക്കെ ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. ഞാൻ തുറന്നു പറയാണ്, ക്രിസ്ത്യാനികളെ, നിങ്ങൾ നാളെ മഹ്ശറിൽ മുസ്ലിങ്ങൾക്കെതിരായി വരുന്നൊരു ദിവസം വരും. അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ഖുർആനിൽ വെള്ളിയാഴ്ച നിങ്ങൾ ഓതുന്ന സൂറത്ത് കൗഫിൽ 4-ാമത്തെ വചനം ഞങ്ങളോട് ഏകദൈവ വിശ്വാസം നിങ്ങളോട് പറയാൻ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞങ്ങളുടെ ട്രിനിറ്റി തെറ്റാണ് എന്ന് ദൈവം നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞോ? ഞങ്ങളുടെ കൂടെ ഓഫീസിൽ നിങ്ങൾ 30 കൊല്ലം ജോലി ചെയ്തു, സ്കൂളിൽ നിങ്ങൾ ജോലി ചെയ്തു, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ ചതിച്ചു. എല്ലാവരും ഓർത്തോളൂ, സ്റ്റേജിലുള്ളവരും പേജിലുള്ളവരും. വയുന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദ. എന്താ അർത്ഥം വെച്ച് നോക്ക്, സ്ത്രീകളൊന്നും അർത്ഥം വെച്ച് നോക്കേ. വയുന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദ. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറയുന്ന സാവിത്രിക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്ന ഏലിയാമ്മക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്ന ജോർജിന് അത് ശരിയല്ല എന്ന് നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറയാണ് ഖുർആൻ. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ പറയാത്തത്? എന്തോ ഒരു പ്രശ്നം നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ അറിയോ? ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആരാൻ്റെ മതത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് ആരും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേണ്ട. അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒന്ന് കൈബന്ധിക്കേണ്ടി വന്ന് ഒന്ന് ബന്ധിച്ചോളാം കേട്ടോ. നിങ്ങളുടെ കൂടെ പഠിച്ച ഹൈന്ദവ പെൺകുട്ടി നിങ്ങളുടെ ചെറിയ പെരുന്നാളിന് ക്ഷണിക്കപ്പെട്ടിട്ട് പർദ്ദട്ട് കൊണ്ട് വന്നിട്ടുണ്ടോ? ഒരു ഹിന്ദു പെൺകുട്ടി പർദ്ദട്ട് കൊണ്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇന്ന് വരെ വന്നിട്ടുണ്ടോ? ഓണത്തിൻ്റെ കോടി നിങ്ങൾ ഇടാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഓണത്തിൻ്റെ കോടിയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തോന്നിയപ്പോൾ പർദ്ദട്ട് കൊണ്ട് ചെറിയ പെരുന്നാളിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരൊറ്റ ഹിന്ദു പെണ്ണിനും തോന്നാത്ത എന്തുകൊണ്ടാ? അങ്ങനെ പർദ്ദടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? പറ. ഉണ്ടോ? നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരു വർഗീയവാദിയാൻ തോന്നിയിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഓണക്കോടി എടുത്തിട്ടില്ലെങ്കിൽ ഓൽക്ക് എന്താ തോന്നാൻ കാരണം? നിങ്ങൾ ഏണി വെച്ചു കൊടുത്ത്. കാരണം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത്, ഇക്കൊല്ലം നിങ്ങൾ ചെയ്തില്ലോ ചോദിക്കൂലേ? കഴിഞ്ഞ കൊല്ലം കുഞ്ഞാമിനെ അയച്ചിട്ട് അതേ സാധനം ഇക്കൊല്ലം കിട്ടൂലേന്ന് റസൂലിന്റെ പ്രവചനം പുലരുക. റസൂലിന്റെ പ്രവചനം എന്താ? ശിബറൻ ബിശിബറിൻ വദിറാൻ ബിദിറാൻ. നിങ്ങൾ അവരെ പിന്തുടരുന്നു, നിങ്ങൾ അവരെ കുരിശു വെക്കും, നിങ്ങൾ അവരെ പുൽക്കൂടുണ്ടാക്കും, നിങ്ങൾ അവരെ ഉണ്ണി യേശുവിനുണ്ടാക്കും, നിങ്ങൾ അതൊക്കെ കച്ചവടവൽക്കരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിൻ്റെ ഒരു ആഘോഷ ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് പർദ്ദയിടട്ടെ എന്ന് ഒക്കെ തോന്നിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓണക്കോടി വാങ്ങുന്നതും ഉടുക്കുന്നതും മുസ്ലിങ്ങളാണ്. മാത്രമല്ല, ഓണം സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും 2 കൊല്ലത്തിലധികമായി മുസ്ലിങ്ങളാണ്. അപ്പോൾ ഓണം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. എന്നിട്ട് ഗണേശൻ 2 വീലർ വന്നിട്ട് ബഷീറിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തുകയാണ്. അപ്പോൾ മറ്റോ ചോദിച്ച്, അല്ല ഗണേശ അതൊന്നുമില്ല, ആമിനൻ്റെ ഓണത്തിൽ കൂടാൻ വന്നാൽ ഞാൻ ആമിനാൻ്റെ വീട്ടിലെ ഓണത്തിന് ആമിന ഓണത്തിൻ്റെ ചോറ് വെക്കണ്, ആമിനെ ഓണക്കൊടി. ആമിനാൻ്റെ വീട് കണ്ട ഓണത്തിൻ്റെ എല്ലാം. ഹിന്ദുവിൻ്റെ വീട്ടിൽ അതില്ല. കാരണം ഓരോട് പറയുന്നത് നിങ്ങൾ ചിലവാക്കട്ടെ, ഞങ്ങൾ ചിലവാക്കും, ഞങ്ങൾ ഓണത്തിലേക്ക് നിങ്ങൾ വന്നോളിയും. അപ്പം അങ്ങനല്ലേ? അല്ല, നിങ്ങൾ പറ. അല്ല, നീ പ്രസംഗമായിട്ട് നിങ്ങൾ ഇന്നൊന്ന് വന്ന് കാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, അവർ പറഞ്ഞിട്ടല്ല, അവരാഗ്രഹിച്ചിട്ടില്ല. അവരാരും നിങ്ങളെ കൊണ്ട് ഓണക്കോടി ഇടിയിക്കില്ല. അതിന് മാത്രമുള്ള വിവരക്കേട് ഒരു ഹിന്ദുവിനുമില്ല. നമ്മളെക്കാൾ വിവരമുള്ളവരവർ. പക്ഷേ മുത്ത് നബി പറഞ്ഞ പ്രവചനം അവിടെ പുലരുക. എന്താ പുലരുന്നത്? നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സത്യമായിരുന്നു എന്ന്, നരകവും സ്വർഗവും ഉണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ഗതികേട് വരും. പേടിക്കുക വേണ്ടത് അങ്ങനെ തുള്ളിയിട്ട് മരിച്ചു വീണില്ലേ ഒരുത്തൻ? രാഷ്ട്രീയത്തിൽ ഒരാളുടെ സെക്രട്ടറി നിങ്ങളുടെ നാടിൻ്റെ പരിസരത്തേക്ക് വീണ് മരിച്ചില്ലേ? എന്താ മരിക്കാൻ കാരണോ? മൻ തശബ്ബഹ ബിഖൗം ഫഹുവ മിൻഹും. നിങ്ങൾ അവരുടെ ആഘോഷത്തിൽ പങ്കെടുത്താൽ പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളല്ല. ഏത് മതത്തിൻ്റെ ആഘോഷത്തിലാണോ നിങ്ങൾ ആ സമുദായത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ടവരല്ല എന്ന് നബിയുന. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലീഗുകാരൻ CPM-ൻ്റെ കൊടിയും പിടിച്ച് CPM-ൻ്റെ ജാഥയിൽ നിന്നാൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? രാഷ്ട്രീയം ദുനിയാവല്ലേ? ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലീഗുകാരൻ BJP-ൻ്റെ കൊടിയും പിടിച്ച്, ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് BJP-ൻ്റെ കൊടിയും പിടിച്ച് ആ ജാഥയിൽ നിന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? ഒരു CPM-കാരൻ ലീഗിൻ്റെ കൊടിയും പിടിച്ച് അവരെ ജാഥയിൽ നടക്കുക, വൈകുന്നേരം CPM-ൻ്റെ കൂടെയും നടക്കുക, പാർട്ടി വിടുവോ? രാഷ്ട്രീയത്തിൽ പോലും വിടൂല. പക്ഷെ നമ്മളോ നോമ്പ് തുടങ്ങും. നമുക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ ആ നോമ്പ് തുടങ്ങുന്ന അത്തായം കഴിക്കുക. നമ്മൾ തൊട്ടടുത്ത ഗണേശേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്ന് ഞങ്ങൾ നോമ്പാണ്, അത്തായങ്ങളും കഴിക്കണം, നിങ്ങൾ ഞങ്ങൾ അയൽവാസിയാണ്, ഇന്നു മുതൽ നിങ്ങൾ നോമ്പ് തുടങ്ങണം എന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഇന്ന് വരെ പറയുമോ? ഇല്ല. നമ്മൾ നോമ്പൊക്കെ നോറ്റ് പുറത്തിങ്ങനെ വന്നിക്കുമ്പോണ്ട് ഗണേശേട്ടൻ ഇങ്ങനെ പിട്ട് തിന്നത് വല്ലാത്തൊരു ഹമുക്ക്. ഞങ്ങൾ നോമ്പായിട്ട് മൂപ്പര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല എന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല. അതേ സംഗതി ഗണേശേട്ടൻ ഉണ്ടായാൽ മതി. നിങ്ങൾ ഓണത്തിന് ഞങ്ങൾ കൂടണം നിങ്ങൾ നിർബന്ധിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് പറ്റിയ കുഴപ്പമാണ്, ഞങ്ങൾക്ക് പറ്റിയ കുഴപ്പമല്ല. നിങ്ങൾ വിചാരിക്കയിൽ കൂടിയില്ലേ ഓൻ തീവ്രവാദിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നില്ലല്ലോ, അതുകൊണ്ട് ഉപദ്രവിക്കരുത്, ഈ ഉമ്മത്തിനെ ഉപദ്രവിക്കരുത്.
ഈ ഉമ്മത്ത് ഇപ്പം വിചാരിക്കുന്നതെന്നറിയോ, ഇതിലൊക്കെ കൂടിക്കൊടുത്താലേ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറയട്ടെ, നിങ്ങൾ മണിമല ക്ഷേത്രം ഒന്ന് കേട്ടിട്ടുണ്ടോ? മണിമല ക്ഷേത്രത്തിൽ എൻ്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് കൈവന്തിച്ചാട്ടെ. ഒരു താത്ത, ഒറ്റത്താത്ത, ഇൻഗുലാബ് ഇത്താത്ത. ഏയ്, നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയണേ. അവിടെ ഇത്ര ഉയരത്തിലൊരു നിലവിളക്കുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ, ഞാനിരിക്കുന്ന സ്റ്റേജിൽ ഇത്ര ഉയരത്തിലൊരു നിലവിളക്ക്. അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്, ഈ ഉള്ളവനുണ്ട്, ഒരു മൊയ്ലിയാരുണ്ട്, ഒക്കെ ഉണ്ട്. മൊയ്ലിയാരിങ്ങനെ അവിടെ ഇരിക്കുകയാണ്, മൂപ്പര് ജുബ്ബ കുപ്പായിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അതിഥികൾക്കും വേണ്ടി ഈ നിലവിളക്കിൽ ഓരോ തിരി വെച്ചിട്ടുണ്ട്. ഓരോ തിരി നിലവിളക്കിൻ്റെ ഓരോരുത്തർ കൊളുത്തണം ആ നിലവിളക്ക്. അതിൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഒരു തിരി. എല്ലാവരും എണീറ്റുന്ന്, ഞാൻ മാത്രം അവിടെ ഇരുന്ന്. മൊയ്ലിയാർ എണീക്കാൻ നോക്കുമ്പോൾ ഒക്കെ ഞാൻ ജുബ്ബക്കുപ്പ ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പം മുപ്പരിങ്ങനെ ദൂരെ നോക്കുന്നവർക്ക് സ്പ്രിങ് പൊന്തുന്ന അരി പൊന്തും ഇരിക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പോകുമ്പോൾ പറയാണ്, പടച്ചോൻ കാത്ത് നിങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ ശിർക്ക് ചെയ്തില്ല, ഞാൻ രക്ഷപ്പെട്ട്. കാരണം ഈ നിലവിളക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു അവിടെ. ഒരൊറ്റ സന്യാസി, ഒരൊറ്റ ഹിന്ദുവും എന്നെ വെറുത്തിട്ട് ഇന്നും ആ മണിമല ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ എന്നെ വിളിക്കും, അധിക ദിവസം എന്നെ വിളിക്കും, അന്നും ഇന്നും ഒരേപോലെ. എന്താ പ്രശ്നം? അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങൾക്കിത് പാടില്ല. ഞാൻ ഈ കഴിഞ്ഞ ഇതിൽ എനിക്കൊരു അത്ഭുതം തോന്നി. എൻ്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ഒരു ഹിന്ദു സ്ത്രീയാണ്, മെലിഞ്ഞിട്ടൊരു സ്ത്രീ, ഒരു സാധു, മിണ്ട പോലുമില്ല. പക്ഷേ ഞാനവരെ ശൗര്യം കണ്ട് ബേജാറായിപ്പോയി. എപ്പോഴെന്നറിയ നിങ്ങൾ, ശബരിമലക്ക് പോകാൻ അവരെ വീട്ടിൽ തീരുമാനിച്ചു. അവരല്ലോ, അവരുടെ ഹസ്ബൻഡ്, അവരുടെ മകനും. അപ്പോൾ എനിക്ക് താനൂർ കടപ്പുറത്തുനിന്ന് നമ്മുടെ പ്രവർത്തകർ കുറച്ച് അയില കൊണ്ടു തന്ന്, ഫ്രഷ് അയില. ഈ അയില എടുത്തിട്ട് എൻ്റെ സ്നേഹം കൊണ്ട് പാൽക്കാരി സ്ത്രീക്ക് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി. സ്ത്രീകൾ ശരിക്കും പഠിച്ചോളി, പാൽക്കാരിക്ക് ഇങ്ങനെ നീട്ടി. അവരോരോ ഒറ്റ കൈവലിച്ചിരുന്നോട് പറഞ്ഞു, ഒന്നും തോന്നരുത്, ഞങ്ങൾ മണ്ഡലം നോമ്പിലാണ്, ഞങ്ങൾക്കിത് പറ്റൂല. ഞാൻ ദുനിയാവിലെ എല്ലാ സദസ്സിലും ഇത് പറയും. എനിക്ക് ആ സ്ത്രീയോടുള്ള ബഹുമാനം എനിക്കൊരു മുസ്ലിം വരുന്നതിനോട് ഒന്നും വരെ തോന്നിയിട്ടില്ല. അതാണ് അന്തസ്. എന്ത്, മണ്ഡലം നോമ്പ് നോൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചോറും തിന്നാൻ പാടില്ല, ഇറച്ചിയും തിന്നാൻ പാടില്ല, മീനും തിന്നാൻ പാടില്ല. അതാണ് അവരെ മതം. ഒരു വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു സാധാരണക്കാരിക്ക് സ്ത്രീക്കുള്ള ഈമാൻ നമ്മുടെ പെൺകുട്ടിക്കുണ്ടോ? ഓണക്കൂടി എടുക്കുന്ന പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ആര് കളഞ്ഞു കുളിച്ചു എന്ന് ആലോചിക്കും. അവരവരെ മതം. ഇന്ന് വരെ നിങ്ങളൊരു ഹിന്ദുവിനെ മുസ്ലിമിൻ്റെ ആഘോഷിച്ച് കൂടുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ കൊടുത്ത ചോറുന്നാൻ വരും, പക്ഷെ നമ്മുടെ വേഷം ധരിച്ച് വരുമോ? വേണ്ടെന്നേ. അവർ ഓണത്തിന് പോകുമ്പോൾ കറുപ്പെടുക്കും, നമ്മളെ ഉംറയ്ക്കും ഹജ്ജിന് പോകുമ്പോൾ വെളുപ്പെടുക്കും. നമ്മുടെ വെളുപ്പെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ കൂടെ ഏതെങ്കിലും ഒരു ഹിന്ദു വരാറുണ്ടോ? ഇല്ലടോ, ഇല്ല. അവർക്കറിയാം അതിൻ്റെ ആവശ്യമില്ല. അതല്ല സൗഹാർദ്ദം, അതല്ല സ്നേഹം. ഹിന്ദുവിന് ഹിന്ദു ആയിക്കൊണ്ട്, മുസ്ലിമിന് മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ കഴിയാന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഈ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അറിയാത്ത ആരാള്? ഹിന്ദു. ഗാന്ധിജീനെ അറിയുമെങ്കിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അറിയും. ഗാന്ധിജിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുസ്ലിം പൗരനായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഒട്ടമേശ സമ്മേളനത്തിന് പറഞ്ഞയച്ചിരുന്ന പ്രഭാഷണ വൈഭവം കൊണ്ട് തീക്ഷണമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്ന മൗലാന. ആ മൗലാന ലാഹോറിലെ കേട്ടോളി, ലാഹോറിലെ കോൺഗ്രസിൻ്റെ വേദിയിൽ ഇതുപോലെ അധ്യക്ഷ പദത്തിലിരിക്കുമ്പോൾ പണ്ഡിറ്റ് കൃഷ്ണ പാടാൻ വേണ്ടി വന്നു. ഷിർക്കിൽ അധിഷ്ഠമായ ഭൂമി മാതാവിനെ വന്ദിക്കുന്ന വന്ദേ മാതരം എന്നുള്ള പാട്ട്. ഇത് പാടാൻ വേണ്ടി എഴുന്നേറ്റ്. അപ്പോൾ മൗലാന ചോദിച്ചു, എന്തിനാ? ഞാൻ അധ്യക്ഷനാണ്, എന്താണ് നിങ്ങൾ അവിടെ ചെയ്യണത്? അവർ, ഞാൻ ഈ പാട്ട് പാടാൻ പോവുകയാണ്, ഈ ഷിർക്കിൻ്റെ വരിയുള്ള പാട്ടാണത്. മൗലാന പറഞ്ഞു, പറ്റില്ലല്ലോ, ഞാൻ അധ്യക്ഷനാണ്, എൻ്റെ അധ്യക്ഷതയിലിരുന്ന് ഈ ഷിർക്കിൻ്റെ വരി പാടാൻ പറ്റില്ല, നിങ്ങൾ ആലോചിക്കണം, ഏത് കാലത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ വിശ്വാസമാണ്, നിങ്ങളെ ബാധിക്കുന്നതല്ലോ, ഞാൻ പാടി, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, പ്രശ്നമുണ്ട്, ഞാൻ അധ്യക്ഷനായിപ്പോയി, അധ്യക്ഷന് വലിയ സ്ഥാനമുണ്ട്, ആ സ്റ്റേജിൽ നടക്കുന്ന എല്ലാറ്റിൻ്റെ ഉത്തരവാദിത്വം അധ്യക്ഷനാണ്. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി എല്ലാവരും. മൗലാന മുഹമ്മദ് അലി ജൗഹറ പറയുന്നത്, ഞാൻ ആ അധ്യക്ഷ പദത്തിൽ ഇരുന്നു കൊണ്ട് നിനക്കിത് പാടാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പാടുന്നതുകൊണ്ട് എനിക്ക് വെറുപ്പൊന്നുമില്ല, അധ്യക്ഷ പദത്തിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇറങ്ങിപ്പോകും. മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന ആ ലോകം കണ്ട ദേശീയവാദി, ജനാധിപത്യവാദി, ഗാന്ധിജിയെ നെഞ്ചിൽ വെച്ച് സ്നേഹിച്ച മനുഷ്യൻ. ഗാന്ധിജിയെ ഹരേ റാം എന്ന് പറഞ്ഞ ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. മരിക്കുമ്പം പോലും ഹരേ റാം. അത്ര വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. ജീവിതത്തിലൊരിക്കലും അല്ലാഹു അക്ബർ പറഞ്ഞിട്ടില്ല അദ്ദേഹം. ജീവിതത്തിലൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല ഗാന്ധിജി. ഗാന്ധിജി ആ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. ഗാന്ധിജിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി അത് മൗലാനയോട് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനത്തെ ഒരു വേദിയും കൂടി ഉണ്ട്. ഞാൻ ആ പുസ്തകമാണ് ഉദ്ധരിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു, മൗലാന മുഹമ്മദ് അലിയുടെ ജീവിതവും സന്ദേശവും എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. മുഹമ്മദ് സാഹിബ് എഴുതിയ, വടകര മുഹമ്മദ് സാഹിബ് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണ്ഡിറ്റ് കൃഷ്ണ ഷിർക്കിൻ്റെ പരിപാടിയപ്പോൾ അദ്ദേഹം പാടി പൂർത്തിയാക്കിയതിനു ശേഷം ദൂരെ നിൽക്കുന്ന മൗലാന
നടന്നു വന്ന് വീണ്ടും അധ്യക്ഷപദത്തിൽ കയറി. അപ്പം നാട്ടുകാർ ഈ അധ്യക്ഷപദത്തിലിരിക്കുന്ന വലിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചോദിച്ചു, എന്ത് നിങ്ങൾ ഇറങ്ങിപ്പോയത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനേ ജാമിയ മില്ലയിലെ പ്രിൻസിപ്പളാ, രാവിലെയും വൈകുന്നേരവും ഖുർആനും ഹദീസും എടുക്കുന്ന ആളാണ്. ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമാണ്. ഞാൻ അധ്യക്ഷപദത്തിലിരിക്കുമ്പോൾ എൻ്റെ സ്റ്റേജിൽ വന്നൊരുത്തെ ഷിർക്കിൻ്റെ വരി ചൊല്ലിയാൽ എന്നെ വിശ്വസിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇങ്ങനെ കരുതും, അതിന് അപകടമില്ല. കാരണം മൗലാന മുഹമ്മദ് അലി ജൗഹർ അധ്യക്ഷനായിരുന്നിടത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കരുതാതിരിക്കാനാണ് ഞാനത് ചെയ്തത്. മൗലാനയെ റെസ്പെക്റ്റ് ചെയ്യുകയല്ലാതെ അവരാരും നിന്ദിച്ചിട്ടില്ല. നമ്മളെന്താ വിചാരിക്കുക, ഓരെന്ത് വിചാരിക്കുന്നിട്ട്. അതാണ് സുൽഫീഖർ അലിക്ക് പറ്റിയ ഡോക്ടർ സുൽഫീഖർ അലി, KNM സുൽഫീഖർ അലി നിലവിൽ കൊടുത്തുകൊണ്ടാ ഈ അപകർഷതാബോധാണ്. മദനി, ജമാലുദ്ദീൻ മദനി, പിന്നെ നമ്മുടെ സലാഹുദ്ദീൻ മദനി ഇതിനാ എഴുതി കൊടുത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. അഖീദ വേറെയാണ്, അത് പണയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിശ്വാസം ഇന്ത്യയിലില്ല. ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവകാശം തന്നിട്ട് നമ്മൾ നമ്മുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭാസ്കരനെ സ്നേഹിക്കാം. ഗാന്ധിജി 6 മാസത്തോളം മൗലാനയുടെ വീട്ടിൽ വന്ന അതിഥിയായി. അപ്പോൾ ഉമ്മാനോട് മൗലാന പറയുന്നൊരു വാക്കുണ്ട്, അതും കൂടി ചേർന്നാലേ അത് പൂർത്തിയാവും. മൗലാന പറയാണ്, ഗാന്ധിജി നമ്മുടെ അതിഥിയാണ്. മൻകാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. അതിഥിയെ ആദരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ മീനുണ്ടാവില്ല, ഇറച്ചി ഉണ്ടാവില്ല. കാരണം അത് രണ്ടിൻ്റെയും മണം ഗാന്ധിജിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. ഇതാണ് ആദരവ്. നേരച്ച് മതം കടെടുക്കല്ല. മതം എനിക്കിഷ്ടമില്ലാത്തൊരു ഭക്ഷണം അല്ലല്ലോ എന്നെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലല്ലോ, എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കണം. അതാണ് മര്യാദ. അവിടെയാണ് മര്യാദ വേണ്ടത്. പിന്നെ എന്ത് വേണ്ട, അവൻ്റെ മതം നമ്മൾ കടെടുക്കണ്ട. അതിന് മതലയനം എന്ന് പറയാം, മതസൗഹാർദ്ദം എന്നല്ല. നിങ്ങൾ നോക്ക്, കൊണ്ടോട്ടിയിലെ ആന, പട്ടാമ്പിയിലെ ആന തന്നെയാണ് അമ്പലത്തിലുള്ളത്. ആ ആനപ്പുറത്തിരുന്ന ഗണേശൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ മുട്ടിയ ചെണ്ട തന്നെയാണ് ഇവിടെയും മുട്ടുന്നത്. അവിടെ പുറത്തി അതേ പീടിയെന്ന് വാങ്ങിയ പടക്കാണ് ഇവിടെയും മുട്ടുന്നത്. ഇത് മതലയനമാണ്, മതല്ല. ഇത് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കബറിൽ കിടക്കാൻ കഴിയില്ല സ്വസ്ഥമായിട്ട്. എനിക്ക് എൻ്റെ കബറിൽ കിടന്നാൽ മതി, അത്രയും ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും. അതുകൊണ്ട് മതലയനം വേറെ, മാനവിക സൗഹാർദ്ദം വേറെ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു സംഗതിയേ അല്ല, അത് മനസ്സിലായിക്കോളൂ. മതസൗഹാർദ്ദമല്ല. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കുക, അതിൻ്റെ ഒരു പരിമിതിനെ കുറിച്ച് ആലോചിക്കണോ? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അപ്പോൾ മതമില്ലാത്തവർക്ക് സൗഹാർദ്ദം വേണ്ടേ? മനുഷ്യ സൗഹാർദ്ദം എന്ന് പറ. അപ്പൊ യുക്തിവാദിയായിട്ടും ഏത് മതവിശ്വാസിയായിട്ട് സൗഹൃദ, ഏത് മതമില്ലാത്തവനും മതലയനത്തെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല, മറിച്ച് മനുഷ്യ സൗഹാർദ്ദമാണ്. ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ എൻ്റെ ബാലനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുക. നിങ്ങൾ കേട്ടില്ല ഇപ്പം മരിച്ച ശ്രീനിവാസൻ. ഞാൻ 5 കൊല്ലം കുത്തുബ പറഞ്ഞിടത്ത് കുത്തുബ കെട്ട ആളാണ് മമ്മൂട്ടി, വൈറ്റിലയിൽ. എനിക്ക് നല്ല പരിചയമുള്ള ഒരാൾ. ഈ മമ്മൂട്ടി കൊടുത്ത 2000-ഉം ഇന്നസെൻ്റ് കൊടുത്ത 400-ഉം കൊണ്ടാണ് ഹിന്ദു ആയ പെണ്ണിനെ ശ്രീനിവാസൻ കെട്ടി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് എന്ത് മതം, ഏത് മതം, എവിടുത്തെ മതം? ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവിടെയാണ് ഐക്യം, അതാണ് ഐക്യം. അതല്ലാതെ അവിടെ ചെന്നിട്ട് അമ്പലത്തിലെ പൂജ നടത്തി കൊടുക്കുന്നതിൻ്റെ പേരല്ല, അല്ലെപ്പുറത്ത് വന്നിട്ട് പള്ളിയിലെ മുക്രിയായി നിൽക്കുന്നതിൻ്റെ പേരല്ല. ഹിന്ദു ആയിക്കൊണ്ട് മുക്രിയാകുക, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുക, അതല്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും പോകരുത്. അമ്പലത്തിലെ വിശ്വാസം വേറെ, പള്ളിയിലെ വിശ്വാസം വേറെ. ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തില്ലേ വരാനിരിക്കുന്ന എന്തറിയോ? നല്ല മനുഷ്യന്മാരൊക്കെ ഭീകരവാദികളാവും, നിങ്ങളൊക്കെ വലിയ മുത്തക്കികളാവും. ഇത് ആണും പെണ്ണും കെട്ടോലൊക്കെ നല്ലോലും ആവും. തൻ്റെ ഇടം നട്ടലുള്ള ആണ് ഓണൊന്നിനും കൊള്ളരുതാത്തവനാവും. ഇത് മനസ്സിലാവുണ്ടല്ലേ? ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം മുതൽ എല്ലാ തോന്നിയാസത്തിനും നമ്മൾ കൂട്ടിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മണ്ഡല നോമ്പ് അത് പറ്റൂല എന്ന് പറയാൻ ആ സാധു സ്ത്രീ കാണിച്ച ഈമാനില്ലേ, ആ സ്ത്രീൻ്റെ ഈമാനെങ്കിലും നമുക്കൊക്കെ വേണ്ടേ, മുജാഹിദൊക്കെ വേണ്ടേ?